ഹലോ! അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിന്നൊരു സിനിമയ്ക്ക് പോവാണ്. സിനിമ ഇത്തിരി നേരം. ഇറങ്ങിയിട്ട് കുറേ ദിവസമായി. പക്ഷേ ഇപ്പോഴാണ് കാണാനൊരു അവസരം ഉണ്ടാവുന്നത്. ദേ ഒരുങ്ങിക്കഴിഞ്ഞു. ഒരുങ്ങിക്കഴിഞ്ഞ ഒരു ഡാൻസ് പതിവാണല്ലോ. അതാണല്ലോ ശീലം. അങ്ങനെ ഇതാ സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ടു വീലറിലാട്ടോ പോകുന്നത്. ടു വീലറിൽ കയറിയിട്ട് കുറേ നാളായി. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറി. അപ്പോൾ ദേ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ടു വീലറിൽ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി, രാത്രി ലൈറ്റ്സ് ഒക്കെ അതെപ്പോഴുള്ളൊരു പ്രത്യേക വൈബാണ്. എത്ര കണ്ടാലും എനിക്ക് മടുക്കില്ല. അങ്ങനെ ഞങ്ങളിതാ പോയി അവസാനം തിയേറ്ററിലെത്തി. സിനിമയുടെ പേര് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ ഞാൻ? ഇത്തിരി നേരമാണ് ട്ടോ. ഇറങ്ങിയിട്ട് കുറേ ആയെങ്കിലും ഇപ്പോഴാണ് കാണാൻ ഒരു അവസരം കിട്ടിയത്. സിനിമയുടെ ഇടയിൽ ഒരു പോപ്‌കോൺ പതിവാണല്ലോ. ദേ പോപ്‌കോൺ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സിനിമയിലേക്ക് വരാം. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി സിനിമ എനിക്ക് കണക്റ്റായി. പക്ഷേ ഒരു ഇത്തിരി ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ് ട്ടോ. അതാണ് എനിക്ക് തോന്നിയത്. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല എൻഗേജിങ് ആയിരുന്നു. കണ്ടിരുന്നു. പിന്നെ ഈ സിനിമയിൽ ഞങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. ആനന്ദ് മന്മഥൻ, കണ്ണൻ നായർ, കൃഷ്ണൻ ബാലകൃഷ്ണൻ, അമൽ അങ്ങനെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് അവരെയൊക്കെ കണ്ടു. ഭയങ്കര സന്തോഷം. നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ വലിയ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ. പിന്നെന്താ സിനിമ കഴിഞ്ഞു. സിനിമ കഴിഞ്ഞതിന് ശേഷം ദേ അവിടുന്ന് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ഒക്കെയാണ് നിലവിൽ ഞാൻ നേരിടുന്ന ചെറിയ ബുദ്ധിമുട്ട്. അല്ലാതെ ഒരു നോർമൽ വാക്കിലേക്കും എത്തിയിട്ടില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ അവിടുന്ന് ഇറങ്ങി ഇനി ഒരു ചായ കുടിക്കണം. അതാണ് പ്ലാൻ. നേരെ മാനവീയ വീഥിയിലേക്ക് പോയി. അവിടുന്ന് ഒരു ബൂസ്റ്റ്. ചായ കുടിക്കാന്ന് പറഞ്ഞാ പോയെ. അവിടെ ബൂസ്റ്റ് കണ്ടപ്പോൾ ഒരു ബൂസ്റ്റും ഒരു പഴക്കേക്കും കഴിച്ചു. അവിടുന്ന് വീണ്ടും മാനവീയ വീഥി കൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് പോയി. അവിടുന്ന് വീണ്ടും നേരെ പോയത് എങ്ങോട്ടാണെന്നറിയോ? ഇറാനിലേക്ക്. ഇറാനിൽ പോയ വിഷ്വൽ ഇതിലില്ലാട്ടോ. ഇറാനിൽ പോയിട്ട് രാത്രിയിലേക്ക് കഴിക്കാനുള്ളതും വാങ്ങിയിട്ടാണ് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ ഇറങ്ങിയത്. തിയേറ്ററിൽ നിന്ന് പോപ്‌കോൺ കഴിച്ചു. അതിനുശേഷം മാനവീയത്തു നിന്ന് ബൂസ്റ്റും പഴക്കേക്കും കഴിച്ചു. രാത്രിക്കുള്ളത് വാങ്ങിയിട്ടും പോന്നു. സിനിമ കാണാൻ ഇറങ്ങിയതാണോ? അതോ തിന്നാൻ വേണ്ടി ഇറങ്ങിയതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. നിങ്ങൾക്കും തോന്നുമായിരിക്കും. അപ്പൊ എന്താ നമ്മുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ ഇതൊക്കെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഓക്കെ. അത്രയേ ഉള്ളൂ. ബായ്.